എൻ്റെ പ്രിയ കൂട്ടുകാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ഒരു നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇതുണ്ടോ കാക്കപ്പൂവേ, കാക്കപ്പൂവേ. കുഞ്ഞു കുഞ്ഞു ചെടിയിൽ അരി വീണിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് കേട്ടോ. ഓരോ കുഞ്ഞു ചെടികളാണ്, അതിലൊക്കെ ഇങ്ങനെ പൂക്കുവാണ് കേട്ടോ. നമ്മളിത് നടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ഒരെണ്ണം വേണമെന്ന് വിചാരിച്ച് നിൽക്കുക, ഒന്ന് നട്ടു വെച്ചാൽ പിടിക്കത്തേ ഇല്ല. നീലയും കൂടെ ഉണ്ട്. ഇടരു ഫാത്തിമ, ഞാനിതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച കൂട്ടുകാരെ. ഇത് നീലയല്ല കേട്ടോ, ഇത് വേറൊരു കളറാണ്. ഇത് റോസ് എന്ന് വേറെ. ഇത് പൊട്ടി അരി വീണാൽ പല കളറായിട്ടാണ് വിരിയുന്നതെന്ന് പറയാറ് ഉണ്ട്. നല്ല ഭംഗിയല്ലേ? ഞാനിതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വന്ന്, നല്ല വെയിൽ വന്നായിരുന്നു. പിന്നെ ഉടനെ ഭയങ്കര ഒരു മഴക്കാറ് വന്നിട്ട് പിന്നെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഞാൻ 2 ദിവസം കൊണ്ട് ഭയങ്കര മഴയായിരുന്നു. തുണിയൊന്നും നനയ്ക്കാനേ വയ്യായിരുന്നു. അങ്ങനെ അമ്മയുടെ എൻ്റെ തുണി എളുപ്പം ഞാൻ കഴുകി മുകളിൽ കൊണ്ടുവന്ന് വിരിച്ചിട്ടേക്കുവാണ്. അവിടെ കാറ്റടി കൊണ്ടങ്ങ് ഉണങ്ങും. താഴെ ഇട്ടാൽ വെയിലിങ്ങനെ വന്നും പോയി നിൽക്കുന്നുണ്ടേ, നല്ല വെയിലില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മുകളിൽ കൊണ്ടിട്ട് അവിടെ അപ്പോൾ ഉണങ്ങും കിടന്നിട്ട്. ഈ പൂവെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് കേട്ടോ, അല്ലേ? നല്ല ഭംഗിയല്ലേ? ഇതുണ്ടോ വെള്ളം? പക്ഷേ ഇത് വളമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ ആയിപ്പോയല്ലോ. സ്വയമില്ല. ഇത് ഉണക്ക് സമയത്ത്, നല്ല വെയിൽ ചൂട് സമയത്തല്ലേ ഇത് വിരിയുന്ന ഒരു ടൈം. ഇതെല്ലാം വെയിൽ കൊണ്ട് നിങ്ങൾ വല്ലാതെ ആയിപ്പോയിട്ടാണ് ഇപ്പം ഇങ്ങനെ ആയത്. ഉള്ള വെയിലിന് നല്ല ചൂടുണ്ട് കേട്ടോ. വെയിലെന്ന് പറയാൻ പറ്റൂല, അങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇതെന്താണെന്ന് അറിഞ്ഞില്ല. എന്നാൽ പിന്നെ ശരി സഹോദരങ്ങളെ, അങ്ങനെ ഞാനൊരു ചെറിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കുക്കിംഗ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടാനായിരുന്നു. എന്നാൽ പിന്നെ ശരി സഹോദരങ്ങളെ, ടാറ്റാ ടാറ്റാ ടാറ്റാ. മഴ പിടിച്ചിട്ടാണ് ഈ പൂവ് ഇങ്ങനെ ആയിപ്പോയി കേട്ടോ. ടാറ്റാ. നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ.